ഹാർട്ട് അറ്റാക്ക് പോലെ കോമൺ ആയിട്ടുള്ള ഒന്ന്, ജീവന് ഭീഷണിയായിട്ടുള്ള ഒന്ന്, എന്നാൽ അത്രത്തോളം ശ്രദ്ധിക്കാത്ത ഒന്ന്. ഞാൻ സംസാരിക്കുന്നത് സ്ട്രോക്കിനെ കുറിച്ചാണ്. നിങ്ങളുടെ മുന്നിൽ ഒരാൾക്ക് ഇത് സംഭവിച്ചാൽ എങ്ങനെ തിരിച്ചറിയാം? ഇത് എളുപ്പത്തിൽ ഓർക്കാൻ ഞാൻ ഈ പറയുന്നത് മാത്രം ഓർത്തിരുന്നാൽ മതി. ബി ഫാസ്റ്റ്. ഐ റിപ്പീറ്റ്, ബി ഫാസ്റ്റ്. ഇതിലെ ഓരോ ലെറ്റേഴ്സും ഞാൻ എടുത്തു പറയാം. ബി ഫോർ ബാലൻസ്. പെട്ടെന്ന് എഴുന്നേൽക്കുന്ന സമയത്തോ പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കുന്ന സമയത്തോ ബാലൻസ് പോകുന്നത് പോലെ തോന്നുക, അല്ലെങ്കിൽ തല കറങ്ങുന്നത് പോലെ തോന്നുക. ഇ ഫോർ ഐസ്. കാഴ്ച മങ്ങുന്നത് പോലെയോ അതോ രണ്ടായി കാണുന്നത് പോലെയോ തോന്നുക. നെക്സ്റ്റ് ഈസ് എഫ്. എഫ് ഫോർ ഫേസ്. മുഖം ഒരു വശത്തേക്ക് കോടി പോകുന്നതായിട്ട് തോന്നുക. എ ഫോർ ആംസ്. കൈകൾ ഉയർത്തിപ്പിടിക്കാൻ പറയുന്ന സമയത്ത് ഒരു വശത്തേക്ക് താന്നു പോകുന്നത് പോലെയോ അതോ ഉയർത്തിപ്പിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഗ്രിപ്പ് കുറയുന്നത് പോലെയോ തോന്നുക. എസ് ഫോർ സ്പീച്ച്. പറയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പറയുന്നത് മനസ്സിലാവുന്നില്ല. മേൽ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം കാണുമ്പോഴാണ് ടി എന്ന വാക്കിന് വളരെയധികം പ്രാധാന്യം വരുന്നത്. ടി ഫോർ ടൈം. ഈ ഒരു വ്യക്തിയെ സമയം കളയാതെ ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. ഓർക്കുക, ഹൃദയാഘാതത്തിന് കൊടുക്കുന്നത് പോലെയുള്ള പ്രാഥമിക ശുശ്രൂഷകൾ സ്ട്രോക്കിനില്ല. അതുകൊണ്ട് തന്നെ 3.5 മണിക്കൂർ മുതൽ 4 മണിക്കൂർ വരെയാണ് ഇവരുടെ ഗോൾഡൻ ടൈം. ആ സമയത്തിനുള്ളിൽ തന്നെ അവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. സോ ബി ഫാസ്റ്റ്, ഷെയർ ടു യുവർ ഫ്രണ്ട്സ്, ഫോളോ ഫോർ മോർ ഹെൽത്ത് റിലേറ്റഡ് ടിപ്സ്. താങ്ക് യു.